കില്ലാടികളെ നമ്മുടെ ടോണി അച്ചായൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡ് എന്താ വെച്ചാൽ ഫുൾ ഇൻസ്റ്റയിൽ നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും ഇൻസ്റ്റയിൽ നിൽക്കണത് ഇൻസ്റ്റയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നവരും പിന്നെ നമ്മുടെ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും അച്ചായനെ ഒന്നടങ്കം കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തുള്ളത് ഞാൻ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഇച്ചായനെ വേറെ കുറച്ചുപേരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കണ്ടു. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു വീട് കിട്ടണമെങ്കിൽ ഈ സർക്കാരിൻ്റെ ആ ഒരു തുക കൊണ്ട് പോരാ, വീട് ഫുള്ളായി ഫിനിഷ് ചെയ്യണമെങ്കിൽ പൈസ നന്നായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് വീഡിയോസിന് വ്യൂസ് കിട്ടിയില്ല അത്ര വെച്ച് കഴിഞ്ഞാൽ 1-2 വ്യൂസേ കിട്ടിയുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി രണ്ടുപേർ കണ്ടതിലും ഞാൻ കുറച്ച് പേരുടെ ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞതിലും അവർ പറഞ്ഞു നീ മാത്രം എന്തിനാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നത്, അത്രയും പേര് ചെയ്യുന്നതല്ല, അപ്പം നീ ഊക്ക് വാങ്ങുന്ന നീ എയറിൽ കയറുന്നൊക്കെ കുറേ പേര് പറഞ്ഞു. ബട്ട് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ പറഞ്ഞത് ഞാൻ പറഞ്ഞു ആസ് എ സാധാരണക്കാരൻ എന്ന നിലയിൽ. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. എന്താ വെച്ചാൽ അച്ചായൻ തന്നെ ആ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ പറഞ്ഞാൽ അമ്മയും മറ്റേ ആ കാലുവയ്യാത്ത അമ്മയും കാലുവയ്യാത്ത അച്ഛനും ആ അമ്മയുമായിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് കേട്ടില്ലടല്ലേ. ഞാൻ പറയുന്നത് ഇപ്പോഴും അതന്നെയാണ് ഇല്ലട. എന്ന് വെച്ചാൽ അച്ചായൻ പാവങ്ങളുടെ ദൈവം തന്നെയാണ്. ഇപ്പം നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക, മനസ്സിലായി. ഇപ്പം ഞാൻ സീക്രട്ട് ഏജന്റാണ് നമ്മുടെ ഒരു ആശാനെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആശാൻ ചിറ്റത്തരം ചെയ്ത് നമ്മൾ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് അതേ പറഞ്ഞുള്ളൂ. നിങ്ങളിപ്പോൾ കാറിനുള്ളിൽ ഇരുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നിങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ ഞാൻ സഹായിക്കുന്നുണ്ട്, ഞാനിതൊന്നും പറയാണ്ടാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. സഹായിക്കുന്നുണ്ടെങ്കിൽ ചിലരെ പറയുന്നേ വേണം, മനസ്സിലായി, നമുക്ക് കാണിക്കാൻ വേണം, എന്നാലും നമുക്ക് അത് അറിയുള്ളൂ. അല്ലാതെ ഞാൻ അവിടെ സഹായിച്ചു ഇവിടെ സഹായിച്ചു കൊണ്ടൊന്നും ഒരാൾ വിശ്വസിക്കാൻ പോകില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പം എന്തായിക്കോട്ടെ, ഞാൻ പറഞ്ഞത് എപ്പോഴും പറയുന്നുണ്ട് ടോണി അച്ചായൻ ദൈവം തന്നെയാണ് കിട്ടുന്നത്. പല പാവങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്. എന്ത് സംഭവിച്ചു, നമ്മളൊരു വീട് പണിക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ പാസ്സാവുന്നത് ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം ആയിരിക്കും പാസ്സാവുക. അതെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഞാൻ ഒരു എക്സാമ്പിൾ പറയാനില്ല, നമ്മുടെ വീട് പണി നടക്കുന്നുണ്ട്. സോ ഞാൻ പറയണം, അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ ഈ ബേസ്മെന്റ് ഉണ്ടാക്കുമല്ലോ, അസ്ഥിവാരം, അത് വെട്ടാൻ കുറച്ച് പൈസ വേണം. പിന്നെ കല്ലിന് നല്ല പൈസ കിട്ടല്ലേ, നല്ല പൈസ വേണം, നല്ല പൈസ. അതിനുശേഷം പിന്നെ മറ്റേ കല്ല്, സിമെന്റും മണൽ പറഞ്ഞ ഉൾക്കത്തെ പൈസ. എന്ന് വെച്ചാൽ ആ ഒരു ബേസ്മെന്റ് കിട്ടുമ്പോൾ തന്നെ ഇട്ടില്ലാതെ നമുക്ക് ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം അടുത്ത് പോകും. ബാക്കി എത്രയുണ്ട്? 4 ലക്ഷം. ബാക്കി 6 ലക്ഷം പറഞ്ഞാൽ ബാക്കി 4 ലക്ഷം. അപ്പം 4 ലക്ഷത്തിൽ പിന്നെ എത്ര ഉണ്ടാവില്ല, ഇത് കെട്ടണം, വാർക്കാൻ തന്നെ പോകും 1.5 ലക്ഷം. എങ്ങനെ പോലും പൈസ മതിയാവില്ല ഇല്ലടല്ല. ഫർണിച്ചർ നമുക്ക് വാങ്ങണം, ജനല് കട്ടിലൊക്കെ വാങ്ങണം, പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ടൈലിടണം, തേക്കണം, ഇതിനൊക്കെ നല്ല പൈസയാവും. അപ്പോൾ ആ പൈസ അച്ചായൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ വീട് പണി എന്നുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിന്റെ പ്രൂഫ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം അച്ചായൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഒരു ന്യൂസുകാർ പോയി എടുത്തൊരു വീഡിയോ ഉണ്ട്, ഉള്ള അതും പ്ലേ ചെയ്യുക. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്ന് വെച്ചാൽ അച്ചായനെ കുറ്റം പറയുന്ന എല്ലാവരും ഒന്ന് കാണണ്ട. അപ്പോൾ ആദ്യം അത് പ്ലേ ചെയ്യാം. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പ് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1.5 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1.5 ലക്ഷം കൊടുത്ത് കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ചായന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ചായനെ ഒന്നുമില്ലായ്മ എന്ന് തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ. അതാണ് എന്താ വെച്ചാൽ സ്റ്റാമ്പ് പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എന്താ വെച്ചാൽ ചെയ്തില്ല, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പൈസ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ കാറിലിരുന്നിട്ടും മറ്റേ അവിടെ ഇരുന്നിട്ടൊക്കെ ഓരോരുത്തർ പറയണമാർക്കൊക്കെ ഒന്നും നടക്കാൻ പോകില്ല, മനസ്സിലായില്ല. അവർ അവിടെ ഇരുന്ന് കുരക്കത്തേ ഉള്ളൂ, ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പോകില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പൈസ കിടന്ന് ഞാൻ ചെയ്തിട്ടുണ്ടാകും. ഇപ്പം ഞാനൊരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കാരണം ഒരാൾക്ക് ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു സഹായം കിട്ടുകയാണെങ്കിൽ അവർ അവരുടെ മുമ്പിൽ അവർക്ക് ദൈവം തന്നെ ആയിരിക്കും, മനസ്സിലായി. അപ്പോൾ അച്ഛൻ അവങ്ങളുടെ ദൈവം തന്നെയാണ്. ഇനി വേറൊരു വീഡിയോ കൂടി ഉണ്ടെങ്കിൽ അതിലെന്താ വെച്ചാൽ അച്ഛനും അമ്മയും അധികം സംസാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ അച്ഛൻ്റെ വിഷമങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഫുള്ളായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വിമർശിക്കുമ്പോഴേക്കും വേറെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് വേറെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ വെക്കാം. പിന്നെ അച്ഛൻ അതിൻ്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷം നമ്മുടെ മേസ്തിരിക്ക് കൊടുത്തതും 1.5 ലക്ഷം ഇവർക്ക് കൊടുത്തിട്ട് എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു അച്ഛനമ്മയും സംസാരിക്കുന്നത് കൂടി കേൾക്കാം. ഓക്കെ, ലൈഫ് പദ്ധതിയിൽ ഇവിടെ കിട്ടിയതാണ്. അത് എത്ര ലക്ഷം രൂപ ആദ്യം കിട്ടി? ആദ്യം 1 ലക്ഷം രൂപ അങ്ങനെ ബേസ്മെന്റ് ഒക്കെ ചെയ്ത് 4 കിട്ടി. 4 ലക്ഷം രൂപ ടോട്ടൽ കിട്ടി. ഇപ്പൊ 4 ലക്ഷം രൂപ കൊണ്ടാണ് ഇത് മൊത്തം പണിത്. 4 സൈഡ് കട്ട കെട്ടിയിട്ട് തട്ടടിച്ചിട്ട് സമയത്താണ്. പൂശിയിട്ടൊന്നുമില്ല, ടൈൽ ചെയ്ത്. ടൈലും ചെയ്തിട്ടില്ല. കറണ്ട് ഞങ്ങൾ നേരത്തെ കുറ്റിക്കാൽ കറണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാൾ കോട്ടയത്ത് നിന്നെത്തി അച്ചായി. അച്ചായ ഇതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ മോളേന്ന് കൊടുത്തതാണ്. അത് ഇനി തിരിഞ്ഞു വന്ന കാര്യം എനിക്കറിയില്ല. അപ്പൊ വന്നിട്ട് ഈ അച്ചായ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് ചെയ്തത്? 3 ലക്ഷം രൂപ തന്നു. എത്ര? 3. ആരും തന്നല്ലെന്ന് നാട്ടുകാർ നമ്മളെ സഹായിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതേ ഉള്ളൂ. അത് ഞാൻ അതിനെ മറച്ച് തിരിച്ച് അച്ചായനൊന്നും തന്നിട്ടില്ല എന്നാണ് ഇപ്പൊ അതിൽ വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്നത് ഞാൻ തോന്നി ചേട്ടന് ഈ അച്ചായൻ കൊണ്ട് തന്നതെന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ. 3 ലക്ഷം കറക്റ്റാ കിട്ടിയില്ല? കിട്ടിയില്ല. 1.5 ലക്ഷം രൂപ തന്ന ആദ്യം. രണ്ടാമത് ഈ മേസിനായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. എനിക്കറിയൂടാ. 3 ലക്ഷം രൂപ തന്നിട്ടില്ല. ഈ വീട് മൊത്തം പണിത മേസ്തിരിയാണ്, പേര് ജയൻ. ടോട്ടൽ എത്ര രൂപ അച്ചായൻ തന്നിട്ടുണ്ട് പൈസ ആയിട്ട്? ഇവിടെ മൊത്തം 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം തന്നിട്ടുണ്ട്. ആരെ കയ്യില തന്നത് 1.5 അവിടെ കൊടുത്തിട്ട് ബാക്കി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ 3 ലക്ഷം രൂപ ചേട്ടന്റെ തന്നിട്ടുണ്ട്. അച്ചായനെ കണ്ടപ്പോ ആ വീട് കണ്ടപ്പോ തന്നെ അച്ചായനെ സഹിക്കാൻ വയ്യാതെ പറഞ്ഞു ഇവിടെ ഒരു വീട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാതെ തട്ടടിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അച്ചായൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് വെച്ച് തരാം ഞാൻ. അങ്ങനെയാണ് അച്ചായൻ നമുക്ക് ഈ പൈസ തന്നത്. പിന്നെ അച്ചായനാണ് തന്നത്. അപ്പൊ പഞ്ചായത്തുകാരും എല്ലാരും കൂടെ നമ്മളെ വന്നിട്ട് തീ വാരിയിടണം. അത് നിങ്ങൾ അച്ചായൻ വെച്ചിരുന്ന വീടാണല്ലോ നിങ്ങൾ പറയണത്. നമ്മൾ തന്ന ലൈഫ് പദ്ധതി വീട്ടിന്റെ കാര്യം മറ്റും ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ തന്ന 4 ലക്ഷം രൂപ കൊണ്ടൊന്നും എനിക്ക് വീട് പൂർത്തിയായില്ല, പാതിയിൽ കിടക്കുകയാണ്. അച്ചായൻ വന്നാണ് നമ്മളെ ഇത്രയും സഹായിച്ചത് എന്ന് പറഞ്ഞ അതിന് വല്ല തെറ്റുണ്ടാന്ന് ഞാൻ ചോദിച്ചു. അച്ചായൻ തന്ന കാര്യം കൂടെ നമ്മൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് പെയ്യും. അപ്പൊ ഇവര് പറഞ്ഞെന്ന് പറഞ്ഞു. അതിന് അവര് കട്ടാക്കി കഴിഞ്ഞ് നമുക്കൊന്നും അവര് കട്ട് ചെയ്ത് കളഞ്ഞു. തന്നെന്ന് തന്നെ പറഞ്ഞു അല്ലേ? പക്ഷെ അതിന് അവര് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനെ വേറെ ആക്കി. അന്ന് നമ്മൾ വന്നപ്പം പറയാൻ മറന്നുപോയി. ആ ഒരു വാക്ക് എന്റെ മനസ്സിൽ ഇന്നും 4.5 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഞാൻ ഈ വീട് കംപ്ലീറ്റ്. 4 ലക്ഷം രൂപയ്ക്കും വിലയില്ലാതെ അച്ചായൻ വന്നത് കാക്കയും തൂറിയിട്ടുണ്ട്. അച്ചായൻ വന്നില്ലെങ്കിൽ ഇപ്പൊ കാക്ക തൂറി ഇട്ടെന്നെ നീ വീട്ടിൽ. ആ വീഡിയോ ചെയ്തത് ഇപ്പൊ നമുക്ക് കിട്ടിയ വീഡിയോ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ചാലഞ്ചസ് ഒക്കെ ചെയ്യുന്ന മച്ചാനാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ പുള്ളിക്കാരനാണ് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റേ ആ ഒരു അച്ഛനമ്മ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ മുമ്പ് വീഡിയോ എടുക്കാൻ വന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി, മുമ്പ് വീഡിയോ എടുക്കാൻ വന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു കട്ട് ചെയ്തിട്ടെന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ PR വർക്ക് എവിടെ നടക്കുന്നത് അറിയാലോ ഇല്ലല്ലേ? മറ്റോ മൈൻഡിൽ നടക്കുന്നത് അല്ലാതെ അച്ചായൻ്റെ അവിടെ ഒരു PR വർക്ക് നടക്കുന്നില്ല. അച്ചായൻ്റെ അവിടെ PR വർക്ക് നടക്കുന്നുണ്ടാവും പുള്ളിക്കാർ ഗോൾഡിന്റെ കാര്യത്തിൽ. എന്താ വെച്ചാൽ പറയുന്നുണ്ട് ഞാൻ അച്ചൈൻസ് ഗോൾഡ് എന്നാണ് വരുന്നത് ഗോൾഡ് എന്നൊക്കെ. അതെന്തോ ആയിക്കോട്ടെ ഇല്ലാടല്ല ഞാൻ പറഞ്ഞത്. മറ്റു നടിമാർക്ക് ഇപ്പൊ അല്ലെങ്കിൽ ഒരു നടന്മാർക്ക് പൈസ കൊടുക്കണ പരസ്യം ബെറ്റർ ഇവിടെ വന്ന് ഇങ്ങനെ പൈസ ചെയ്തിട്ട് പാവങ്ങൾക്ക് സഹായിക്കുന്നുണ്ടോ? നിങ്ങൾ പറയല്ലോ സഹായിക്കുന്നുണ്ടല്ലോ, അത് മതി. അത് നമ്മൾ നോക്കിയാൽ പോസിറ്റീവ് സൈഡ് നോക്കിയാൽ മതി ഇല്ലാടല്ല. നെഗറ്റീവ് സൈഡ് എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരൻ എന്തൊക്കെയോ പ്രൊമോട്ട് ചെയ്തോട്ടെ. പാവങ്ങൾക്ക് കിട്ടേണ്ട പൈസ അല്ലെങ്കിൽ പാവങ്ങൾക്ക് സഹായം എന്താണോ അവർക്ക് വേണ്ടത് അത് കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോരെ. അല്ലാതെ കുറെ പേര് കാറിലിരുന്ന് കുണയ്ക്കും, കുറെ പേര് മറ്റേവരിന്ന് കുണയ്ക്കും. അതൊന്നും കേട്ട് വിശ്വസിക്കരുത്. മനസ്സിലായില്ലേ? അവർ പറയുന്നത് എല്ലാം സത്യമാണെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ലടല്ലേ. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒക്കെ അങ്ങനെ വിചാരിച്ചു. പക്ഷെ അവർ പറയുന്ന എല്ലാം സത്യമാണെന്ന് ഒരിക്കലും നിങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കരുത്. പക്ഷെ അവർക്കിപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അവർ പറയുന്ന സത്യമായിരിക്കാം. എല്ലാ തെളിവ് സഹിതം അവർ പറയണമെങ്കിൽ അത്രേ ഉള്ളൂ. എനിക്കത് പറഞ്ഞുള്ളൂ. അപ്പൊ ഞാനിപ്പോഴും അച്ഛനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നിങ്ങളും സാധാരണക്കാരെന്ന് ചിന്തിക്കുക. മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും. ഓക്കെ.